മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 10 പേരെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടറോടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇന്ന് എനിക്ക് നെവിൻ്റെ ക്യാരക്ടറിൽ കുറച്ച് എന്താ പറയുക ഒരു സജഷൻ ഉണ്ട്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നെവിനാണ് കിട്ടിയിട്ടുള്ളത്. അവിടെയുള്ള ബാക്കി 9 പേരെയും സൂംബ പഠിപ്പിക്കണം, പാട്ടൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നെവിൻ അത് എക്സിക്യൂട്ട് ചെയ്ത് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു. വളരെ ഫണ്ണായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് വിയർത്തു. ഇന്നത്തെ ദിവസം ഒരു വീക്ക്ലി ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഊർജ്ജമൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വിയർത്തിട്ടുണ്ട്. പക്ഷെ നെവിൻ ആദ്യം വിളിച്ചത് അനുമോളയാണ്. ശരിക്കും ഈ അനുമോളെ ചൊറിയുന്നത് ഒഴിച്ചാൽ നെവിൻ്റെ കാര്യത്തിൽ ഒരു നല്ല മത്സരാർത്ഥിയാണ് നെവിൻ തമാശ കാണിക്കുന്നത്. ഇപ്പം എനിക്ക് ആ പറഞ്ഞ സജഷൻ്റെ കാര്യം ഞാൻ പറയാം. ആ ഒരു സീക്രട്ട് ടാസ്ക് വന്ന സമയത്ത് എല്ലാവരും നെവിനെ ഒറ്റപ്പെടുത്തി. എല്ലാവരും എന്ന് പറയാൻ എസ്പെഷ്യലി ആര്യനാണ് നെവിനെ മാറ്റി നിർത്തിയത്. അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞത് ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെവിൻ ഭയങ്കരമായിട്ട് ബഹളം വെക്കും എന്നൊക്കെയാണ്. നമുക്കറിയാം, അത് ലാലേട്ടൻ തന്നെ എടുത്ത് എല്ലാവരും കേൾക്ക പറഞ്ഞു. ആ ഒരു സീക്രട്ട് റൂമിലേക്ക്, ആ ഒരു കൺഫെഷൻ റൂമിലേക്ക് ടാസ്കിന് വേണ്ടിയിട്ട് നെവിനെയൊക്കെ വിളിച്ച സമയത്ത് നെവിൻ ആ ടാസ്ക് കൊടുക്കാതെ മറ്റെന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസിനോട് തന്നെ നെവിൻ പറഞ്ഞു, ബിഗ് ബോസ് എനിക്ക് കുറച്ച് സീക്രട്ട് ടാസ്ക് ഒക്കെ എനിക്കതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നമുക്കൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നെവിൻ അത് എങ്ങനെ മനസ്സിലായി, നെവിൻ അത് ഗസ് ചെയ്തു. ശരിക്കും ബിഗ് ബോസ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന, ബിഗ് ബോസിന്റെ പഴയ സീസൺസ് ഒക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ബിന്നിയുടെ എവിക്ഷൻ നടന്ന സമയത്ത് വരെ ഞാൻ കരുതിയതാണ് ഓക്കെ മിക്കവാറും ആ എവിക്ഷൻ അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണമുണ്ട്, നമ്മുടെ ശ്രീതു ഔട്ടാവുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അത് ഇതേ കണക്കായിരുന്നു. അതിങ്ങനെ തട്ടി മാറ്റി ഇതുവർക്ക് നിന്നാ മതി, നിൽക്കുമ്പോൾ ഈ പറയുന്ന ആ എവിക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. പക്ഷെ ശ്രീതുവിന്റെയും ജാസ്മിന്റെയും ഒക്കെ ആ ഒരു ടാസ്ക് വന്ന സമയത്ത് നമുക്കത് ഓർമ്മ ഉണ്ട്. അതേപോലെ ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്കിനുള്ള സമയമായി എന്നുള്ളത് ബാക്കി മത്സരാർത്ഥികൾക്ക്, ഷാനവാസിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പൊ അതേപോലെ നെവിൻ അത് ബിഗ് ബോസിനോട് ചോദിച്ചിരുന്നു. അതേ കണക്ക് തന്നെയാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി നെവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ ബിഗ് ബോസിന് ആ ഒരു സൈഡ് അത് സക്സസ് ആയി. നെവിൻ ഒരു പക്ഷേ മനഃപൂർവ്വമായിട്ട് നെവിന്റെ ഒരു ക്യാരക്ടറിൽ തന്നെ മനഃപൂർവ്വമായിട്ട് ആ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി ചെയ്യാറുണ്ട്, പിന്നെ മടിയുണ്ട്, പിന്നെ കുറച്ച് വൃത്തിയില്ലായ്മയുണ്ട്, പിന്നെ കട്ടെടുക്കുന്ന സ്വഭാവമുണ്ട്, കുറച്ച് ഓവർ ഈറ്റിംഗ് ടൈപ്പാണ്. അത് തിന്നാനുള്ള കൊതി കൊണ്ട് മാത്രമല്ല, നെവിൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കട്ടെടുത്ത് തിന്നുന്നതിനകത്തുള്ള ഒരു ക്രേസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ്. ഇനി ഈ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അക്ബറും ഷാനവാസും പിന്നെ അതുപോലെ അനീഷൊക്കെ വന്നിട്ട് നെവിനോട് ഇങ്ങനെ നേരിട്ട് പറയുന്നുണ്ട്, നീ സൂപ്പറായിട്ട് അത് ചെയ്തു കേട്ടോ, നീ അടിപൊളിയായിരുന്നു എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഷാനവാസ് ഒക്കെ പറയുന്നുണ്ട്, ഇത് നിനക്കൊരു വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന്. പക്ഷെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ഒന്നും അല്ല നെവിൻ, അതുകൊണ്ട് തന്നെ സൂംബ അങ്ങനെയൊന്നും ട്രെയിൻ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പക്വതയോടെ തന്നെ പറയുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ഡ്രാക്കുള സിനിമയിലെ സുധീറിന്റെ ഷൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനോട് ഇത് സംസാരിക്കുന്ന സമയത്ത് അക്ബർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ഈ ഒരു സുധീറിന്റെ പേരൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്, രഹസ്യമായിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ അക്ബർ ഇത് സംസാരിക്കുന്ന സമയത്ത് എടാ നീ സത്യമായി നിനക്ക് ഒരുപാട് കഴിവുണ്ട് കേട്ടോ. കാരണം അക്ബർ ഒരു പാട്ടുകാരനാണ്. അപ്പൊ അക്ബറിന് സത്യം പറഞ്ഞാൽ നെവിന്റെ ഈ ഒരു എബിലിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെയുള്ള എബിലിറ്റീസ് ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ടൊരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. നമ്മുടെ ലൈഫിലൊരു ടൈം ടേബിൾ, ഒരു പാഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് അക്ബർ ഇവിടെ നെവിനോട് അത് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും നെവിൻ പറയുന്നത് വെച്ചാൽ നെവിൻ അത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം മടി, അത് നിസ്സാര മടിയാണ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഓവറോൾ നെവിൻ്റെ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കണ്ടിട്ട് അതുപോലെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സമയത്ത് നെവിൻ ഒരു അടിപൊളി ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കുറച്ചധികം പ്രോഗ്രഷനൊക്കെ മനസ്സിൽ വന്നിട്ടാണോ എന്നറിയത്തില്ല, എന്തോ ഒരു പ്രോബ്ലം നെവിനുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും തന്നെ നെവിൻ സംസാരിക്കുന്ന കുറച്ചധികം വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കെടുത്ത് കിണറ്റി അറിയാൻ തോന്നും. അത് ഓഫ് കോഴ്സ് നെവിൻ ചില നിലപാടുകളിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ്റെ ചില നിലപാടുകളുടെ പ്രശ്നമാണ്. കാരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്നറിയാതെ ഒരു പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ. എന്നാൽ അവരുടെ കൂടെ കൂടാം എന്ന് എപ്പോഴും നെവിൻ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നെവിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ശരി, മോർണിംഗ് ഇതുവരെ വേറെ വലിയ വിഷയങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി ആയിരിക്കും വീക്ക്ലി ടാസ്ക് ഒക്കെ വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഷാനവാസിനോട് ആദില വന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിന്റെ അടുത്ത് ലക്ഷ്മിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഏറെക്കുറെ രാവിലത്തെ അനീഷിന്റെയും ഷാനവാസിന്റെയും മഴക്കൊഴിച്ചാൽ
വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.